أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقطع دابر القوم الذين ظلموا അക്രമികളായ സമൂഹത്തിൻ്റെ മുരട് അറുക്കപ്പെട്ടു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകപരിപാലകനായ അള്ളാഹുവിനാകുന്നു. ഖുൽ പറയൂ, അറഅയ്തും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഇൻ അഖദല്ലാഹു അള്ളാഹു പിടിച്ചെടുക്കുകയാണെങ്കിൽ സമഅക്കും നിങ്ങളുടെ കേൾവിയെ, വ അബ്സാറക്കും നിങ്ങളുടെ കാഴ്ചകളെയും, വ ഖതമ അലാ ഖുലൂബിക്കും നിങ്ങളുടെ മനസ്സുകൾ അള്ളാഹു മുദ്രവെക്കുകയാണെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅ്തീക്കും ബിഹി അത് അള്ളാഹു അല്ലാത്ത ഏത് ഇലാഹാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക. ഉൻഗുർ നീ നോക്ക്, കൈഫ നുസരിഫുൽ ആയാത്തി എങ്ങനെയാണ് ഞാൻ തെളിവുകൾ വിശദീകരിച്ചു തരുന്നതെന്ന്, സുമ്മഹും യസ്തിഫൂൻ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തിരിഞ്ഞു പോകുന്നത് എന്ന്. കുൽ പറയൂ, അറഅയ്തക്കും നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ, ഇൻ അത്താക്കും നിങ്ങൾക്ക് വന്നാൽ അദാബുല്ലാഹി അള്ളാഹുവിൻ്റെ ശിക്ഷ, ബഗ്തത്തൻ പൊടുന്നനെയോ, ഔ ജഹ്റത്തൻ അല്ലെങ്കിൽ മുന്നറിയിപ്പോടെയോ, ഹൽ യുഹ്ലക്കു നശിപ്പിക്കപ്പെടുമോ, ഇല്ലൽ ഖൗമുൽ ളാലിമൂൻ അക്രമികളായ ഒരു സമൂഹമല്ലാതെ നശിപ്പിക്കപ്പെടുമോ. വമാ നുർസിലുൽ മുർസലീന മുർസലീങ്ങളെ നാം അയച്ചിട്ടില്ല, ഇല്ലാ മുബഷിരീന സുവാർത്തകരായിക്കൊണ്ടും, വ മുൻദിരീന മുന്നറിയിപ്പുകാർ ആയിക്കൊണ്ടുമല്ലാതെ. ഫമൻ ആമന ആരെങ്കിലും അംഗീകരിച്ചാൽ, വ അസ്സുലഹ നന്നാക്കിയാൽ, ഫലാ ഖൗഫുൻ ഭയപ്പെടേണ്ടതില്ല, അലൈഹിം അവർക്കുമേൽ, വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കുകയുമില്ല. വല്ലദീന കദ്ദബൂ ബി ആയാത്തിന നമ്മുടെ ഈ തെളിവുകൾ കളവാക്കിയവർ, യമസ്സുഹുമുൽ അദാബു ശിക്ഷ അവരെ ബാധിക്കുക തന്നെ ചെയ്യും, ബിമാ കാനൂ യഫ്സുഖൂൻ അവർ അധർമ്മികൾ ആയതുകൊണ്ട്. കുൽ പറയൂ, ലാ അഖൂലു ലക്കും നിങ്ങളോട് ഞാൻ പറയുന്നില്ല, ഇന്ദി എൻ്റെ അടുക്കൽ ഖസാഇനുല്ലാഹി അള്ളാഹുവിൻ്റെ ട്രഷറികളുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ അദൃശ്യങ്ങൾ അറിയുമെന്നും ഏറ്റവും നന്നായി അറിയുന്നവനാണ് ഞാൻ എന്നും പറയുന്നില്ല. വലാ അഖൂലു ഞാൻ പറയുന്നില്ല ലക്കും നിങ്ങളോട്, ഇന്നി മലക്കും ഞാനൊരു മലക്കാണ് എന്നും നിങ്ങളോട് പറയുന്നില്ല. ഇൻ അത്തബിഉ നിശ്ചയമായും ഞാൻ പിന്തുടരുന്നത്, ഇല്ലാ മാ യൂഹാ ഇലയ്യ എന്നിലേക്ക് ബോധനം ചെയ്യപ്പെടുന്ന അഥവാ വഹയ്യ് നൽകപ്പെടുന്നതാണ് ഞാൻ പിന്തുടരുന്നത്. കുൽ നീ ചോദിക്ക്, ഹൽ യസ്തവിൽ അഅമ അന്ധനും വൽ ബസീറു കാഴ്ചയുള്ളവരും സമമാകുമോ. അഫലാ തതഫക്കറൂൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത്. വ അൻദിർ ബിഹി ഈ ഖുർആൻ കൊണ്ട് മുന്നറിയിപ്പ് നൽകണം, അല്ലദീന യഖാഫൂന ഭയപ്പെടുന്നവരെ, അൻ യുഹ്ശറു ഒരുമിച്ച് കൂട്ടുന്നതിനെ ഭയപ്പെടുന്നവർ, ഇലാ റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുക ഈ ഖുർആൻ കൊണ്ട്. ലൈസലഹും അവർക്കില്ല, മിൻ ദൂനിഹി ആ അള്ളാഹുവിനെ കൂടാതെ, വലിയും ഒരു ഗാർഡിയനുമില്ല, ഒരു രക്ഷകനുമില്ല, വലാ ഷഫീഉൻ ഒരു കൂട്ടുകാരനുമില്ല. ലഅല്ലഹും അവരാവാൻ വേണ്ടിയാണ്, യത്തഖൂൻ അവർ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ്, തഖ്വയുള്ളവർ ആവാൻ വേണ്ടി. വലാ തത്റുദില്ലദീന യദ്ഊന വിളിക്കുന്നവരെ നീ ആട്ടിയകറ്റരുത്, റബ്ബഹും അവരുടെ റബ്ബിനെ, ബിൽ ഗദാത്തി വൽ അശിയി രാവും പകലും, യുരീദൂന വജ്ഹഹു അവർ അള്ളാഹുവിൻ്റെ പ്രീതി തേടുന്നു, മാ അലൈക മിൻ ഹിസാബിഹിം അവരുടെ വിചാരണ നിൻ്റെ ബാധ്യതയല്ല, മിൻ ഷൈഇൻ ഒട്ടും, വമാ മിൻ ഹിസാബിക അലൈഹിം മിൻ ഷൈഇൻ നിൻ്റെ വിചാരണ അവരുടെയും ബാധ്യതയല്ല. ഫതത്റുദഹും അങ്ങനെ അവരെ നീ ആട്ടിയകറ്റുകയാണെങ്കിൽ, ഫതകൂന മിനൽ ളാലിമീൻ നീയും അക്രമികളിൽ പെട്ടുപോകും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ക്ലാസ് നിർത്തുന്നത്, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്ക് അവർക്ക് ഭൂമുഖത്തെ സകല വാതിലുകൾ അള്ളാഹു തുറന്നിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത്. അതായത് പ്രപഞ്ച സ്രഷ്ടാവ് സ്വന്തത്തിലും ചുറ്റുപാടുകളിലും നമ്മിൽ തന്നെയും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ആയാത്തുകൾ, ധാരാളം ആയാത്തുകൾ, തെളിവുകൾ അങ്ങനെ വാരി വിതറിട്ടിരിക്കുന്നു. അത് കാണാനും കേൾക്കാനും മുതിരാത്തവരെയാണ് മയ്യത്തായവർ എന്ന് ഖുർആൻ വിളിച്ചത്. ആ ആയാത്തുകളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയും ഭാവനയുമൊക്കെ
അള്ളാഹു നൽകിയിട്ട് അത് ഉപയോഗിക്കാതെ മനുഷ്യത്വം നഷ്ടപ്പെടുത്തുക. മനുഷ്യൻ എന്ന് പറയുന്ന ആ സവിശേഷമായ ആ സംഗതി എന്താണെന്ന് കാണാതെ അത് നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരാണ് നമ്മൾ മരിച്ച് ജീവിക്കുന്നവർ എന്ന് പറയാം. പ്രപഞ്ച സ്രഷ്ടാവിൻ്റെ ഈ പരമാധികാരത്തെ അംഗീകരിക്കാൻ ഇനിയും അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നവർ, അതായത് അവരുടെയാണ് നമ്മൾ താല്പര്യങ്ങളുടെ മാത്രം അടിമകളെന്ന് പറയാം. താല്പര്യങ്ങൾ മാത്രമാണ് അവരുടെ വിഷയം. പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സൃഷ്ടിച്ച് അള്ളാഹുവിൻ്റെ മാത്രം അടിമകളാക്കാനുള്ള അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെ അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാനുള്ള അവസരമാക്കി മാറ്റിയവർ, അതായത് മനസ്സ് ശിർക്കിലുറപ്പിച്ച് അത് തന്നെയാണ് ശരിയെന്ന് പിശാചിൻ്റെ വർണ്ണം സ്വീകരിച്ച ആളുകൾ. അതാണ് നമ്മൾ കാര്യങ്ങൾ നമുക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു കൊണ്ടുവരുന്നു തരുന്നത് നമുക്ക് മെസ്സേജുകളായിട്ടാണ്. അതായത് നമ്മളുടെ ഈ പോക്ക് ശരിയല്ലെന്നും തിരിച്ചു നടന്നില്ലെങ്കിൽ പ്രശ്നമാണ്. മെസ്സേജുകളുണ്ട്, പരീക്ഷണങ്ങളെയും മെസ്സേജുകളെയും നമ്മൾ തിരിച്ചറിയണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വരുന്നത് മെസ്സേജല്ല, പരീക്ഷണങ്ങളാണ്. നമുക്കൊക്കെ വരുന്നത് എന്താ വെച്ചാൽ മെസ്സേജുകളാണ്. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയ ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്നതൊക്കെ പരീക്ഷണ എന്ന് പറഞ്ഞിരിക്കരുത്. നമുക്ക് വരുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് മെസ്സേജുകളായി വരിക. അതായത് നമ്മുടെ നടപടികൾ ശരിയല്ല, അത് തിരിച്ച് വരണം. അപ്പോൾ അതിനു വേണ്ടിയാണ് അള്ളാഹു ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ സൃഷ്ടിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ആളുകൾ ചെയ്യണം എന്താ വെച്ചാൽ അത് ഷിർക്കിലേക്കുള്ള അള്ളാഹുവിന് പങ്കു ചേർത്ത് വേറെയും ഇലാഹുകളെ ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് അങ്ങനത്തുള്ള ആളുകൾക്കാണ് അള്ളാഹു ഈ സുഖാഡംബരങ്ങളുടെ സകല വാതിലുകളും തുറന്നു കൊടുക്കും എന്ന് അള്ളാഹു പറയുന്നത്. അങ്ങനെ ആ ഒരു പരിധിയിലെത്തിയാൽ ഫഖുത്തിഅദാബിറുൽ ഖൗമില്ലദീന വലമു, ഇവിടെ ഈ വലമു എന്ന് പറയുന്നത് ഷിർക്കാണ്. ഇന്ന ഷിർക ലദുൽമുൻ അദീം. അതായത് ഈ ഷിർക്കിലേക്ക് എത്തി അത് തന്നെയാണ് ശരി, അത് തന്നെയാണ് വേണ്ടത് എന്ന് അങ്ങനെ തീരുമാനിച്ച ആളുകളുടെ മുരടറുക്കുക അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽപ്പെട്ടതാണ്. അതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽപ്പെട്ടതാണ്. അത് ഒരുപാട് സമൂഹങ്ങളെ അങ്ങനെ ചെയ്തതായിട്ട് ഖുർആനിൽ നമുക്ക് കാണാം. സുമ്മ മിൻ ബഅദിഹിം സുമ്മ അൻശഅനാ ഖർനൻ ആഖരീൻ എന്ന ഖുറൂനൻ ആഖരീൻ എന്നൊക്കെ ഖുർആനിൽ നമുക്ക് കാണാം. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമാണ്. ആ നടപടിക്രമം അള്ളാഹു ചെയ്യുമ്പോൾ അതിനെയാണ് അള്ളാഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. അത് ലോകത്തിന് അനുഗ്രഹമാണ് അങ്ങനെ ചെയ്യുന്നത്. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിനെ വാർത്തെടുത്തു കൊണ്ടുവരുന്നത് അത് അള്ളാഹു ഈ ലോകത്തോടും മനുഷ്യരോടും ചെയ്യുന്ന കാര്യമാണ്. അത് അള്ളാഹുവിലേക്ക് മാത്രം ചേർത്തിട്ടാണ് അള്ളാഹു പറയുന്നത്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരമൊക്കെ അള്ളാഹുവിൻ്റെ മാത്രം അധികാരത്തിലാണ് എന്നാണ്. അതാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അവിടെ തുടങ്ങുന്നത്, അവിടെ അവസാനിക്കുകയാണ്. ഇനിയും നമ്മളെ അള്ളാഹു എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളിലേക്ക് മാത്രം പിന്നെയും നമ്മളെ കൊണ്ട് നമ്മിലേക്ക് ചിന്തിപ്പിക്കാം. കാരണം ആയാത്തുകൾ നമ്മിലും നമ്മുടെ ചുറ്റുപാടിലും ഇങ്ങനെ വാരി വെതറിട്ടേക്കാം. ഇത് കെടുക്കുന്നത് ആളുകളുടെ ഭാവനയിലോ ഗ്രന്ഥക്കെട്ടുകളിലോ തത്വശാസ്ത്രങ്ങളിലോ ഒന്നുമല്ല, നമുക്ക് ചുറ്റുമാണ്. കാരണം എല്ലാവർക്കും വായിക്കാവുന്നതും എല്ലാവർക്കും കാണാവുന്നതും എല്ലാവർക്കും കേൾക്കാവുന്നതുമായ തെളിവുകളാണ് അള്ളാഹു മനുഷ്യൻ്റെ മുന്നിൽ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മിലേക്ക് പിന്നിൽ തിരിക്കുക. പുൽ, നീ പറയേ, അല്ലെങ്കിൽ നീ ചോദിക്കേ, അറഅയ്തും, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഇൻ അഖദല്ലാഹു സംഅക്കും, നിങ്ങളുടെ ഈ കേൾവി, വ അബ്സാറക്കും, നിങ്ങളുടെ കാഴ്ചകൾ, വ ഖതമ അലാ ഖുലൂബിക്കും, നിങ്ങളുടെ മനസ്സുകൾ അള്ളാഹു സീൽ വെച്ചാൽ, അതൊക്കെ പിടിച്ചെടുത്താൽ, ആരാണ് മൻ ഇലാഹു ഗൈറുല്ലാഹി യഅ്തീകും ബിഹി, അതാരാണ്, പിന്നെ ഏത് ഇലാഹാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരിക? നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ നോക്കിയാൽ കണ്ണ് കാണാത്തവരുണ്ട്, കേൾക്കാത്തവരുണ്ട്, മനസ്സ് ശിഥിലമായ ഭ്രാന്തന്മാരായ ആളുകളുണ്ട്. ഇതുകൂടാതെ നമുക്ക് ചുറ്റുഭാഗം ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. നമ്മളോടുകൂടെ നമ്മളുടെ ഒത്തുപോയി നമ്മൾ ജീവിക്കുന്നവരുണ്ട്. അവരുടെ കാഴ്ച, അവരുടെ കേൾവി, അവർക്കുമുണ്ടല്ലോ മനസ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ് അതൊന്നും നമ്മളുടേതല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്?
അതായത് ഇതൊക്കെ സവിശേഷമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യന് അള്ളാഹു ഈ കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ കൊടുത്തത് കൊണ്ടാണ് നമുക്കത് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നത്. അത് നമ്മുടെ ചുറ്റുഭാഗം നമ്മളത് അങ്ങനെ അല്ലാത്തതും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അൻആമിൻ്റെ കാഴ്ചയും കേൾവിയല്ലല്ലോ നമുക്ക്. അവരും കേൾക്കുന്നുണ്ട്, അവരും കാണുന്നുണ്ട്, അവർക്കുമുണ്ടൊരു മനസ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അവർ എന്താണ് അതിൽ നിന്ന് പിടിച്ചെടുക്കുന്നത്, നമ്മളെന്താണ് പിടിച്ചെടുക്കുന്നത്? ഇനിയിപ്പോൾ നമുക്ക് തന്നെ ഈ തന്നത് വേറെ നിലക്ക് അള്ളാഹു അതിനെ പിടിച്ചെടുത്താൽ ആരാണ് പിന്നെ അത് കൊണ്ടുവന്ന് തരിക? അത് തിരിച്ചു കിട്ടാൻ വല്ല മാർഗമുണ്ടോ? അപ്പം നമുക്ക് കേൾവിയില്ല, കേൾവി തീരെ ഇല്ലാത്ത ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ കഴിയില്ല. അപ്പം അത് ഓരോന്നുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ വെച്ചിരിക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒന്ന് പോയാൽ പോയതന്നെ, ഏതെങ്കിലും ഒന്ന് പോയത് തന്നെ. അത് തിരിച്ചു കൊണ്ടുവരാൻ മാർഗമൊന്നുമില്ല, വേറെ ആരും അത് കൊണ്ടുവരില്ല. അതൊക്കെ നമ്മളിലേക്ക് തന്നെ നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്നതാണ്. ഈ ആയത്തുകളൊക്കെ നമുക്ക് ശരിക്ക് സൂറത്തുൽ അബസയുമായിട്ട് ഇങ്ങനെ നല്ല ബന്ധം കാണാം. സൂറത്തു അബസയും ഈ ആയത്തുകളും തമ്മിൽ നല്ല ബന്ധം കാണാം നമുക്ക്. അതിലുണ്ട് ഇതേമാതിരി ഒരു അന്തൻ. ആ അന്തൻ എന്ന് പറയുന്നത് അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം എന്ന് പറയുന്ന അന്തൻ ജന്മനാ അന്തനല്ല, അത് അന്ധത പിന്നീട് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഉള്ളത് പോയാൽ അതിൻ്റെ വാല്യൂ വല്ലാതെ തിരിച്ചറിയും, ഇല്ലാത്തൊരു സാധനം പോലെയല്ല. അപ്പോൾ അതൊക്കെ നമുക്കുണ്ട്. നമ്മളിങ്ങനെ ഇത് വെച്ച് നോക്കുക, നമ്മൾ ഭാവനയിൽ കാണണം. നമ്മുടെ ഈ ഉള്ളത് പോയാൽ, അങ്ങനെ പോയ ആളുകളൊക്കെ നമ്മൾ കാണാനുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഉൺദുർ, എന്നിട്ട് പറയാം, നീ നോക്ക്, കൈഫ നുസരിഫുൽ ആയാത്തുകളെ ഞാൻ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് നോക്കുക. അതായത് അള്ളാഹുവിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പല പല ഭാഗങ്ങളിലും നമ്മളെ കൊണ്ടുപോയി നിർത്തിയിട്ട് ചിന്തിപ്പിക്കുകയാണ്. എല്ലാം ഒരുത്തി നിന്നിട്ടല്ല, പല പല കാഴ്ചകൾ, പല സ്ഥലത്തു നിന്നാൽ പല കാഴ്ചകളും ഡിഫറൻ്റ് അല്ലേ എന്നതുപോലെ അതാണ് ഈ നുസരിഫ്. നമ്മൾ സറാഫ എന്നൊക്കെ കേട്ടില്ലേ? സറാഫ് എന്താ? എക്സ്ചേഞ്ച് ഇല്ലേ? അതുപോലെ തന്നെ അതാണ് സർഫ്. നുസരിഫുൽ ആയാത്തി സുമ്മഹും യസ്തിഫൂൻ. അങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടും, അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടും പിന്നെയും അവർ എങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിയുടെ വാല്യൂ ശരിക്കും ഈ മനുഷ്യൻ തിരിച്ചറിഞ്ഞാൽ അങ്ങനെ തെറ്റിപ്പോവില്ല എന്നാണ്. പക്ഷെ നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ അതിലേക്ക് തീരെ ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. ഇതിലേക്ക് തീരെ ചിന്തിക്കില്ല, നമ്മൾ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കില്ല. വാസ്തവത്തിൽ ഈ ഖുർആൻ്റെ ഒരു വിഷയം തന്നെ അള്ളാഹു ആരാണെന്നും ഈ മനുഷ്യൻ ആരാണെന്നും പഠിപ്പിക്കുക. ഇതാണ് ഈ ഖുർആൻ്റെ അടിസ്ഥാനപരമായ 2 വിഷയങ്ങൾ തന്നെ അതാണ്. അപ്പോൾ അതിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും അള്ളാഹു കൊണ്ടുവരിക. നമ്മളെന്താ ചെയ്തേക്കണമെന്ന് ചോദിച്ചാൽ ഈ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ കാഴ്ച, കേൾവി, പഞ്ചേന്ദ്രിയങ്ങൾ ഇത് മുഴുവൻ ഈ ഭൗതിക ജീവിതവുമായി മാത്രം ബന്ധപ്പെടുത്തിയേക്കാം. അതായത് വിശ്വാസം എന്ന് പറയുന്നാൽ അതിൽ ഈ സംഗതികൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല എന്ന് പരമ്പരാഗതമായി നമ്മളെ പഠിപ്പിച്ചേക്കണം. മറ്റു ദർശനങ്ങളിലേക്കും കാര്യങ്ങളിലൊക്കെ ചെന്നാൽ ഏറെക്കുറെ സംഗതി അങ്ങനെ തന്നെയാണ് താനും. അപ്പം നമ്മളും ആ ഒരു അബദ്ധത്തിൽ പോയി പെട്ടിട്ടുണ്ട്. അള്ളാഹു അതിൽ നിന്നാണ് നമ്മളെ ഉണർത്തുന്നത്. ഈ ഖുർആനിലൂടെ നമ്മൾ പോകുമ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് ഈ പരിപാടി കാണാം. അള്ളാഹു നമ്മളെക്കുറിച്ച് നമ്മളങ്ങനെ ചിന്തിപ്പിക്കുക, നമുക്ക് തന്ന തെളിവുകൾ ഒക്കെ ഇങ്ങനെ, അത് ഏത് മനുഷ്യർക്കും കാണാവുന്ന രൂപത്തിൽ ഉള്ള തെളിവുകൾ, അതായത് ആയാത്തുകൾ അള്ളാഹു ഇങ്ങനെ വാരി വിതറിയിട്ടതായിട്ട് നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ഒന്നിലേക്ക് പോലും നമ്മളുടെ ശ്രദ്ധ കൊണ്ടുപോയില്ല. നമുക്ക് ആകെയുള്ള ചിന്ത നമ്മൾ ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് മാത്രമാണ്. എന്നാൽ അതാണിച്ചെങ്കിൽ അള്ളാഹു റസൂൽ തന്നെ പറയുന്നുണ്ട്, അതിനൊരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില പോലും അള്ളാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഈ അക്രമികൾക്കാർക്കും കിട്ടുമായിരുന്നില്ല. ഇനിയും പറയാം, കുൽ അറഅയ്തക്കും, നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ടുണ്ടോ? ഇൻ അതാക്കും, നിങ്ങൾക്ക് വന്നാൽ, അദാബുല്ലാഹി, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ബഗ്തത്തൻ, അത് പൊടുന്നനെ വരികയാണെങ്കിൽ, ഔ ജഹ്റത്തൻ, അല്ലെങ്കിൽ മുന്നറിയിപ്പോടെ വരികയാണെങ്കിൽ. രണ്ടും വരാറുണ്ട്. അപ്പോൾ ഭൂമി കുലുക്കങ്ങളൊക്കെ മിക്കവാറും ഉണ്ടാകുന്നത് ബഗ്തത്തിലാണ്, പെട്ടെന്ന് അങ്ങനെ ഉണ്ടാവില്ല. അതേപോലെ കൊടുങ്കാറ്റ് അങ്ങനെയല്ല, കൊടുങ്കാറ്റ് അതിനൊക്കെ ഒരു പേരൊക്കെ ഇട്ട് വലിയ മുന്നറിയിപ്പിലാണ് വരിക. അപ്പോൾ ഇത് ഏതു വന്നാലും ഇങ്ങനെ വന്നിട്ട് പല സമൂഹങ്ങളും നശിച്ചു പോയത് മുമ്പേ, അങ്ങനെ സമൂഹങ്ങൾ നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? അക്രമികളല്ലാതെ, അതായത് ശിർക്കിൽ ആണ്ടുപോയ സമൂഹങ്ങളെയല്ലാതെ അള്ളാഹു നശിപ്പിക്കാറില്ല. അള്ളാഹു നശിപ്പിക്കില്ല.
ഷിർക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും ആ ഷിർക്ക് അങ്ങ് കൈയടക്കുമ്പോൾ ആ സമൂഹത്തിനെയാണ് അള്ളാഹു നശിപ്പിക്കുക. അതായത് കൃത്യമായൊരു ലക്ഷ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയെ ശിക്ഷയിലൂടെ ഇല്ലായ്മ ചെയ്യുന്നത് എപ്പോഴാണ് ഇല്ലായ്മ ചെയ്യുക? മുമ്പ് നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ആവശ്യപ്പെടുന്ന അത്ഭുതം, ശിക്ഷയോ അത്ഭുതമോ ഒക്കെ ആരെയാണ് ബാധിക്കുക? അപ്പോൾ റസൂലിനോട് പല അത്ഭുതങ്ങളും ചോദിക്കുന്നുണ്ട് ഈ വിശ്വസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതാണ് കിസഫം മിനസ്സമായി, ആകാശത്തു നിന്ന് ഒരു കണ്ടം കണ്ട് വീഴ്ത്തു എന്നൊക്കെ പറയുന്ന ആ ഒരു ചോദ്യങ്ങൾ. അപ്പോൾ ചോദിക്കുകയാണ്, അത് നിങ്ങളെ തന്നെയല്ലേ ബാധിക്കുക? നിങ്ങളെയാണല്ലോ ബാധിക്കുക. വേറൊരു സമൂഹത്തിന് ഈ ചിട്ട കൊണ്ടുകൊടുത്തിട്ട് നിങ്ങളെങ്ങനെ കാണിപ്പിച്ചു തരുമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ നശിച്ചാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിന്ന് പാഠം ഉൾക്കൊള്ളുക? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ബാക്കിയാകുക? അതൊക്കെയാണ് അവരോട് ചോദിക്കുന്നത്. അതാണ് ഹൽ യുഹ്ലക്കു ഇല്ലൽ ഖൗമുൽ ളാലിമീൻ. ഇവിടെയൊക്കെ ഈ ളുൽമ് എന്ന് പറയുമ്പോൾ ഷിർക്കിനെ മുൻനിർത്തിയിട്ടാണ്. കാരണം ഷിർക്കാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം അതാണ്. ആ ഷിർക്കിലേക്ക് നമ്മൾ പോയി പെട്ടാൽ പിന്നെ നമ്മളങ്ങ് ആ റെയിലിലൂടെ അങ്ങ് സഞ്ചരിക്കും. അത് പിന്നെ എവിടെയും നിൽക്കില്ല. അപ്പോൾ അങ്ങനത്തെ ആ സമൂഹങ്ങളെ അള്ളാഹു നശിക്കുക. ആ നാശം തന്നെ വരണം, അത് നിങ്ങൾക്ക് കാണിച്ചു തരണം എങ്ങനെയാണ് നിങ്ങൾ പറയുക എന്നായി ചോദിക്കണത്. ഈ അള്ളാഹുവിൻ്റെ ക്രമം എന്ന് പറയുന്നത് തൗഹീദാണ്, അള്ളാഹുവിൻ്റെ ഏകത്വം. അതായത് റുബൂബിയത്തിലും മുലൂക്കിയത്തിലും ഉലൂഹിയത്തിലുമുള്ള ഏകത്വം. അള്ളാഹു റബ്ബാണ്, അള്ളാഹു മലിക്കാണ്, അള്ളാഹു ഇലാഹാണ്. അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ, അള്ളാഹുവാണ് നിയമങ്ങൾ നൽകുന്നവൻ. ആ അള്ളാഹുവിൻ്റെ തന്നെയാണ് ജീവിതം തിരിച്ചു നൽകേണ്ടത്, സമർപ്പിക്കേണ്ടത്. അതാണ് ഈ മൂന്ന്. ഇതാണ് അടിസ്ഥാനം. ആ ക്രമത്തിനെതിരെയുള്ള സംഭവമാണ് ഷിർക്ക്. ആ ക്രമം, അതാണ് അക്രമം. ഒന്ന് ക്രമമാണെങ്കിൽ മറ്റേത് അക്രമമാണ്. അതായത് അതിബൃഹത്തായ ഈ സംവിധാനങ്ങളൊക്കെ ഈ ഭൂമിയിൽ വേണ്ടി ഒരുക്കിയത് എന്തിനാണ്? നിങ്ങളെ ശിക്ഷിക്കാനല്ല എന്നാണ് ഈ പറയണത്. നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയല്ല അള്ളാഹു അതിബൃഹത്തായ ഈ സംവിധാനങ്ങളൊക്കെ ഈ ഭൂമിയിൽ, അറിയപ്പെട്ട ലോകത്തൊന്നും ഒരു ഭൂമി പോലെ ഒന്നില്ലാത്തൊരു ഭൂമി സൃഷ്ടിച്ച് അതിൻ്റെ ഖലീഫയായി നിങ്ങളെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. അതെന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് എന്നാണ് ചോദിക്കണം മനുഷ്യരോട്. എന്നിട്ട് പറയാം, എന്തിനാണ് ഇനി റസൂലുമാരെ അള്ളാഹു അയക്കുന്നത്? വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വ മുൻദിരീൻ. അള്ളാഹു റസൂലുമാരെ അയക്കുന്നത് അത് സുവിശേഷം അറിയിക്കാനും മുന്നറിയിപ്പ് നൽകുവാനുമാണ്. അതായത് ഈ ക്രമമനുസരിച്ച് ജീവിച്ചാൽ ഇഹലോകത്തും പരലോകത്തും കിട്ടാവുന്ന നേട്ടങ്ങൾ, ഈ ക്രമം ധിക്കരിച്ചാൽ ഇഹലോകത്തും പരലോകത്തും ഉണ്ടാകുന്ന കോട്ടങ്ങൾ, രണ്ടാലൊന്ന് നേടിയിട്ടല്ലാതെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കില്ല. രണ്ടാലൊന്ന് അയാളുടെ സമ്പാദ്യമായി അയാൾ ഉറപ്പിച്ചിട്ടല്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് അനിവാര്യമായ സംഗതികളുണ്ടാവും. അത് ഈ റസൂലുമാർ മുഖേന അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നു, അവർക്കുള്ള സന്തോഷവും നൽകുന്നു. സമൂഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കലോ സമൂഹത്തെ നശിപ്പിക്കലോ അത്ഭുതം കാണിപ്പിച്ച് രസിപ്പിക്കലോ ഒന്നും പ്രവാചകന്മാരുടെ ലക്ഷ്യമല്ല. അതൊന്നും പ്രവാചകന്മാരുടെ ലക്ഷ്യമല്ല. ഉപരിലോകങ്ങളിലും ഭൂമിയിലും സ്വന്തത്തിലും അള്ളാഹു നിക്ഷേപിച്ച തെളിവുകൾ അത് തന്നെ മതിയാകും മനുഷ്യനെ പോലെ ഒരു ജീവിയെ അള്ളാഹുവിന് വിചാരണ ചെയ്യാൻ. ഇപ്പോൾ പ്രവാചകത്വം ഇല്ലാതെ തന്നെ വെക്കുക. മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിയെ വിചാരണ ചെയ്യാൻ അള്ളാഹുവിന് നമുക്ക് വെച്ചു തന്ന, അള്ളാഹു തന്ന കഴിവുകൾ മാത്രം മതി. പ്രവാചകന്മാരുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ തഖ്വയുണ്ടാക്കലല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. തഖ്വാ ബോധം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകുന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഹുദല്ലിൽ മുത്തഖീനാകുന്നത്. ആ ബോധമുള്ളവരെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കലാണ് ഹുദ. എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കലാണ്. കാരണം അത് ഈ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു കാര്യമില്ല. കാരണം തൃപ്തിപ്പെടേണ്ടത് അള്ളാഹുവാണ്. അള്ളാഹു എന്താണെന്ന് തൃപ്തിപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ പറയേണ്ടത്. കാരണം അള്ളാഹു ആവശ്യക്കാരനല്ല എന്നുള്ളതാണ്. ആവശ്യക്കാരനാണെങ്കിൽ നമുക്ക് ആ ആവശ്യം കണ്ടറിഞ്ഞ് ചെയ്യാം, പക്ഷേ ഇത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് എന്താണ് തൃപ്തി എന്ന് അള്ളാഹു തന്നെ
പറഞ്ഞു തരേണ്ടതുണ്ട്. അതാണ് പ്രവാചകന്മാരുടെ ജോലി. അത് അറിയിപ്പിക്കാനാണ് പ്രവാചകൻ ഇവിടെ വരുന്നത്. തഖ്വാബോധത്തിന് ഈ പ്രവാചകൻ്റെ ആവശ്യമില്ല. നമ്മുടെ തന്നെ സത്തയിൽ നമ്മൾക്ക് ആലോചിച്ചാൽ, നമുക്ക് തന്ന ശേഷികൾ വെച്ചാൽ തന്നെ നമുക്ക് അത് മനസ്സിലാവും. സൂറത്തു അഅറാഫിൽ 172 ആയത്തിൽ ആ വിഷയം പറയുന്നുണ്ട്. കാരണം അള്ളാഹു നമ്മളെ അലസ്തു ബി റബ്ബിക്കും എന്നൊക്കെ പറയുന്ന കരാറെടുത്തത് സ്വന്തത്തെ സാക്ഷി നിർത്തിയിട്ടാണ്, അയാളുടെ തന്നെ അസ്തിത്വത്തെ സാക്ഷി നിർത്തിയിട്ടാണ്. കാരണം അവിടെ റബ്ബാണ്, ഇലാഹില്ല. ഇലാഹ് വരുന്നത് ഭൂമിയിലേക്ക് വന്നാലാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മറ്റൊരു ഹിദായത്തിൻ്റെ ആവശ്യം വരുന്നത്. ആ ഹിദായത്താണ് പ്രവാചകന്മാർ നമുക്ക് തരുന്നത്. ഈ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും അതിൻ്റെ കിരീടമാണ് ശരിക്കും റിസാലത്ത് എന്ന് പറയുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്ന ഈ സവിശേഷമായ സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ കിരീടമാണ് റിസാലത്ത്. ആ റിസാലത്ത്, ആ പ്രവാചകത്വം, അള്ളാഹുവിൽ നിന്നുള്ള മാർഗനിർദ്ദേശം, ഹിദായത്ത് മനുഷ്യർക്ക് എത്തിക്കലും അതനുസരിച്ച് ജീവിച്ചു കാണിക്കലും, അങ്ങനെ ജീവിച്ചാലുണ്ടാകുന്ന ഇഹപര വിജയങ്ങൾ, അതാണ് മുബഷിർ. ധിക്കരിച്ചാലുണ്ടാകുന്ന ഇഹപര നഷ്ടങ്ങൾ, അതാണ് മുൻദിർ. മനുഷ്യരെ അറിയിക്കലാണ് പ്രവാചകൻ്റെ ദൗത്യം. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസയ്യിർ. അതായത് അവരിലുള്ള കാര്യം തന്നെ അവരെ ശരിക്കും ഓർമ്മപ്പെടുത്തുക. ഇല്ലാത്തൊരു കാര്യം റസൂല് കൊണ്ടുവരില്ല. എന്നിലുള്ളതല്ലാതെ എന്നെ ഓർമ്മപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ എന്നിലുള്ളത് എന്നെ ഓർമ്മപ്പെടുത്തുക, അല്ലാതെ അടക്കി ഭരിക്കലൊന്നും റസൂലിൻ്റെ പണിയല്ല, ശിക്ഷിക്കലും റസൂലിൻ്റെ പണിയല്ല. അതുകൊണ്ട് ഫമൻ ആമന, ആരെങ്കിലും അംഗീകരിച്ചാൽ, വ അസ്ലഹ, ആരെങ്കിലും അവൻ്റെ ജീവിതം നന്നാക്കിയാൽ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയുമില്ല. അതായത് പ്രവാചക സുവിശേഷം അനുസരിച്ച് ജീവിച്ചവർക്ക് അല്ലെങ്കിൽ ജീവിക്കുന്നവർക്ക് ഭയം അവരെ പിടികൂടുകയില്ല എന്നാണ്. അതിൻ്റെ മറ്റൊരർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ജീവിക്കാത്തവരെ ഭയം വിട്ടുപോവുകയുമില്ല എന്നാണ്. ഏതെങ്കിലും തലക്കുള്ള ഭയമല്ലാതെ അവർക്കുണ്ടാവും. ഏതെങ്കിലും നിലക്കുള്ള ഭയം അവരെ നിലനിൽക്കും. കാരണം നമ്മളുടെ ഈ ഗവൺമെൻറ്റുകളൊക്കെ എല്ലാവരും പ്രതിരോധ മന്ത്രിയാണല്ലോ ഉണ്ടാകുക, അല്ലേ? ഈ പ്രതിരോധം എന്ന് പറയുന്നത് തന്നെ എന്താ, ഒരു ഭയത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഈ ഭൗതികതയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ എപ്പോഴും അവർ ഭയത്തിലായിരിക്കും. അത് അതിൻ്റെ ഭാഗമാണെന്നാണ്. ഇനി ഭൂമിയിൽ അനുഭവിച്ച കഷ്ടനഷ്ടങ്ങളുണ്ട്, അതിൻ്റെ പേരിലും അവർ ദുഃഖിക്കില്ല. കാരണം ഇപ്പം വിശ്വാസികളായ അള്ളാഹുവിൻ്റെ മാർഗം പിന്തുടരുന്നവർക്ക് ധാരാളം കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവില്ലേ, അതിൻ്റെ പേരിൽ അവരൊരിക്കലും ദുഃഖിക്കാൻ പോകുന്നില്ല. അവരിഞ്ഞ് പരലോകത്തും ദുഃഖിക്കേണ്ടി വരില്ല. പക്ഷേ ഈ ഭൂമിക്ക് വേണ്ടി നിലകൊണ്ടവർ ഇവിടെയും ദുഃഖിക്കും, പരലോകത്ത് അതുമാത്രമാവും. കാരണം അവരുടെ ഒരു സ്വപ്നങ്ങളും ഭൂമിയിലാണെങ്കിലും പൂവണിയാൻ പോകുന്നില്ല, പരലോകത്താണെങ്കിലും പൂവണിയാൻ പോകുന്നില്ല. വല്ലദീന കദ്ദബു, അംഗീകരിക്കാത്തവർ, അള്ളാഹുവിൻ്റെ ഈ ഹിദായത്തിനെ അംഗീകരിക്കാത്തവർ, ബി ആയാത്തിന, നമ്മുടെ തെളിവുകളെ അംഗീകരിക്കാത്തവർ, യമസ്സുഹുമുൽ അദാബു, ശിക്ഷ അവരെ പിടികൂടുക തന്നെ ചെയ്യും. ബിമാ കാനൂ യഫ്സുഖൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന അധർമ്മം, കാരണം ഒരു ധർമ്മത്തിലുമല്ല അവരുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ശിക്ഷ അവരെ പിടികൂടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രക്ഷയായാലും ശിക്ഷയായാലും ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അയാൾ നേടിയെടുക്കണം. മറ്റൊരു അവസരം ഇനി അതിനില്ല. രണ്ടാലൊന്ന് നേടിയിട്ട് ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാൻ പറ്റുമോ? അതാണ് അതാണ് അസ്ർ എന്ന് പറയുന്നത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഈ രണ്ട് മാർഗങ്ങളിലല്ലാതെ നേടിയതൊക്കെ അതും അസ്റാണ്. അസ്ർ എന്ന് പറഞ്ഞാൽ അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസാണ്. അതായത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളിങ്ങനെ ബാക്കിയാക്കി കൊണ്ടുപോകുന്ന ആ സാധനം, അത് ഈ ഒരു മാർഗത്തിലല്ലെങ്കിൽ അതിനുമുണ്ട് അസ്ർ. പക്ഷേ അത് വേറൊരു അസ്റാണ്. രണ്ടാലൊന്നും ആയിട്ട് ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാർക്ക് പോകാൻ പറ്റും. നമ്മൾ ഈ ഖുർആൻ എവിടെ എടുത്താലും അതിൻ്റെ എസൻസ് നമുക്ക് അമ്മ ജുസയിൽ കാണാം. അതുകൊണ്ടാണ് അമ്മ ജുസ് ഈ ഖുർആൻ്റെ ബേസാണ്.
ഇതിൻ്റെ വളരെ ചെറിയൊരു പോയിന്റിൽ നമ്മൾ അത് അവിടെ കാണും. ഈ ആയത്തുകളൊക്കെ അമ്മ ജുസ് നമ്മൾ കൃത്യമായി പഠിച്ചാൽ ഈ ബാക്കിയുള്ള ആയത്തുകളൊക്കെ വിശദീകരിക്കുമ്പോൾ നമുക്ക് വേഗം കാര്യങ്ങളെ പിടികിട്ടും. കാരണം അമ്മ ജുസയിലില്ലാത്തതൊന്നും ഇതിലുണ്ടാവില്ല. ഇതുണ്ടാകുക എന്താ വെച്ചാൽ നിയമങ്ങളാണ്. അതല്ലാത്തതൊക്കെ ആ തത്വങ്ങളൊക്കെ അതിലുണ്ടാവും. അതായത് ഏറ്റവും വലിയ അധർമ്മത്തിലാണ് ഈ മനുഷ്യന്മാർ ജീവിക്കുക, ഫുസൂക്കിലാണ് ജീവിക്കുക. ആ ഫുസൂക്കിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതായത് ഭൂമിയിൽ അയാളിനെ ധാരാളം അയാളുടെ കർമ്മങ്ങളുടെ പേരിൽ വാഴ്ത്തിയിട്ടുണ്ടാവും. പക്ഷെ ആ കർമ്മങ്ങളൊക്കെ ഏതുപോലെ മസലുല്ലദീന കഫറു ബി റബ്ബിഹിം അഅമാലുഹും കറമാദിനിസ്തദ്ദത്ത് ബിഹരിയഹു ഫീ യൗമിൻ ആസിഫിൻ, സൂറത്ത് ഇബ്രാഹിമിലാണ്. അതായത് അവരുടെ അമലുകളൊക്കെ കൊടുങ്കാറ്റിലെ വെണ്ണീർ പോലെയാണ്. അതിനൊന്നും ഒരു വാല്യൂവും അവിടെ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അയാൾക്ക് അതിൻ്റെയൊക്കെ പേരിൽ നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ടാവും, അയാൾ ആദരിക്കപ്പെട്ടിട്ടുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും പരലോകത്തേക്ക് ചെന്നാൽ ഒരു വാല്യൂ അതിനുണ്ടാവില്ല എന്ന് പറയുന്നത്. ഇനി റസൂലിനോട് അത്ഭുതം കാണിക്കാൻ ആവശ്യപ്പെടുന്ന ആ ആളുകളോട് പറയാം, കുൽ പറയൂ, ലാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് പറയുന്നില്ല, ഇന്ദി ഖസാഇനുല്ലാഹി, അള്ളാഹുവിൻ്റെ ഖജനാവുകൾ എൻ്റെ കൈവശമുണ്ട്, എനിക്കത് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ അധികാരമുണ്ട്, ഇതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പറയൂല. വലാ അഅലമുൽ ഗൈബ, ഗൈബ് അദൃശ്യങ്ങൾ എനിക്ക് അറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ഏറ്റവും നന്നായി അറിയുന്ന ആളാണ് എന്ന് ഞാൻ നിങ്ങളോട് അവകാശപ്പെട്ടിട്ടില്ല. വലാ അഖൂലു ലക്കും മിന്നീ മലക്കുൻ, ഞാനിങ്ങനെ പ്രപഞ്ചത്തിലിങ്ങനെ അതിശീഘ്രം സഞ്ചരിക്കുന്ന, ഭക്ഷണം കഴിക്കാത്ത, കല്യാണം കഴിക്കാത്ത മലക്കുകളെപ്പോലെയാണ് എന്നും അതാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു അവകാശവാദമൊന്നും ഉന്നയിച്ചിട്ടില്ല. അങ്ങനത്തെ എന്നോട് പിന്നെ എന്താ നിങ്ങൾ ഈ അത്ഭുതങ്ങൾ ചോദിക്കണമെന്നാണ്. അത് എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇതാ പറയണു, ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എന്തൊന്നാണോ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി വഹയി നൽകപ്പെട്ടത് അതിനെയാണ് ഞാൻ ഫോളോ ചെയ്യുക. എനിക്ക് അത്രേ ഡ്യൂട്ടിയുള്ളൂ എന്നാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവരലൊന്നും എൻ്റെ ഡ്യൂട്ടിയിൽ പെട്ടതല്ല. എൻ്റെ ഡ്യൂട്ടി ഇതാണ്, ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് അല്ലാഹു ബോധനം നൽകുന്നുണ്ട്. ആ ബോധനം നിങ്ങൾക്ക് പറയുകയും നിങ്ങൾക്കത് ജീവിച്ച് കാണിക്കുകയും നിങ്ങൾക്കതിൻ്റെ മാതൃക കാണിക്കുകയും ചെയ്യുക, അതാണ് എൻ്റെ ഡ്യൂട്ടി. ഖുൽ ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ, പറയൂ, ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ, അന്ധനും കാഴ്ചയുള്ളവനും ഒരുപോലെയാകുമോ? അതെങ്ങനെയാകുമെന്നാണ്. അള്ളാഹു എന്നിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഹിദായത്താകുന്ന വെളിച്ചമാണ് നൂറ്. നൂറാണ് ഈ ഹിദായത്ത്. അള്ളാഹു എന്നിലൂടെ നിങ്ങൾക്ക് നൽകുന്ന വെളിച്ചമാണ് ഹിദായത്ത്. ഇതാണ് നമ്മൾ നൂറ് എന്നറിയാം. അതായത് സർവപ്രപഞ്ചത്തിനും വെളിച്ചം നൽകിയ അള്ളാഹു, അതാണ് അള്ളാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു. വേറൊരുത്തിൽ ഖുർആൻ പറയുന്നു, റബ്ബുനല്ലദീ അഅത കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ആ ഫറോവ ചോദിച്ചു, ആരാ നിൻ്റെ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറയാം, റബ്ബുനല്ലദീ അഅത കുല്ല ഷൈഇൻ, സർവ്വ വസ്തുക്കൾക്കും നൽകിയ ആ റബ്ബ് തന്നെയാണ്. എന്ത് നൽകിയ? അതിൻ്റെ സൃഷ്ടിപ്പും നൽകി. സൃഷ്ടിപ്പ് മാത്രമല്ല നൽകിയത്, അതിൻ്റെ ഹിദായത്തും നൽകി. ആ സൃഷ്ടിപ്പ് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള മാർഗദർശനവും നൽകിയ എൻ്റെ റബ്ബ്, ആ റബ്ബ് തന്നെയാണ് എൻ്റെയും റബ്ബ് എന്നാണ് പറയാം. അതാണ് അള്ളാഹു നൂറുസ്സമാവ. ആ നൂറാണ് നമ്മിലേക്ക് വരുന്ന ആ നൂറ്. മനുഷ്യരിലേക്കുള്ള അള്ളാഹുവിൻ്റെ പ്രകാശമായ വെളിച്ചമാണ് ഹിദായത്ത്. നമ്മൾ ഹിദായത്ത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ശരിക്ക് മനസ്സിലാക്കിയിരിക്കണം. ആ മാർഗമാണ്, അത് എത്തിച്ചു തരാനുള്ള മാർഗമാണ് റിസാലത്ത്. അപ്പം നമുക്ക് രണ്ട് തരം ഹിദായത്തുകളുണ്ട്. ഒരു ഹിദായത്ത് നമ്മിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ്, അതിനെ ലംഘിക്കാനൊന്നും നമുക്ക് പറ്റില്ല. രണ്ടാമതൊന്ന്, എല്ലാ ജീവികൾക്കും അങ്ങനെ ഒരു ഹിദായത്തുണ്ട്, അതാണ് മൂസാ നബി ആ പറഞ്ഞ സംഗതി. പക്ഷെ നമുക്ക് രണ്ടാമതൊരു ഹിദായത്തുണ്ട്. അതെന്താ ചോദിച്ചാൽ അത് നമ്മളുടെ ഇച്ഛാപൂർവമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. ആ ഹിദായത്താണ് അള്ളാഹുവിൻ്റെ റസൂലുമാരിലൂടെ അള്ളാഹു മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. ആ ഹിദായത്തിനെ കുറിച്ചാണ് ഇവിടെ നൂറ് എന്ന് അള്ളാഹ് പറയുന്ന ആ സംഭവം.
ഈ നൂറിനെ, ഈ വെളിച്ചത്തെ അതിമനോഹരമായിട്ട് ചില സിമ്പലുകളിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നത്. അതാണ് എവിടെ പറയും, ആ സൂറത്തു നൂറിലെ ആയത്തു നൂർ, അള്ളാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിമനോഹരമായിട്ട് ഈ സംഭവത്തെ, അതിൻ്റെ ആ സിമ്പലുകളെ ശരിക്കും നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഹിദായത്ത് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായി അങ്ങ് മനസ്സിലാവും. ആ ആയത്ത് വെച്ചിട്ട് നമ്മളതിനൊന്ന് പഠിച്ചാലും. മനുഷ്യനെന്ന ഈ വിശേഷപ്പെട്ട ജീവിയെ ആ അർത്ഥത്തിൽ പരിഗണിക്കാത്ത, കേവലം ജീവികൾ പരിണമിച്ചുണ്ടായ ഒരു യാദൃശ്ചികത എന്ന് അന്ധമായി കരുതുന്നവർക്ക്, അതാണ് ആഴ്മയും ബസീറും. മനുഷ്യൻ്റെ ആ കൃത്യമായ ആ സംഗതിയിൽ വെച്ച് പഠിക്കാതെ മനുഷ്യൻ ജീവികൾ എങ്ങനെയൊക്കെയോ പരിണമിച്ച് യാദൃശ്ചികമായ ഉണ്ടായി പെട്ട ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുന്നവർ, അവരാണ് അന്ധര് കേട്ടോ, അവരാണ് അന്ധര്. പഞ്ചേന്ദ്രിയങ്ങളും ചിന്തയുമൊന്നും ഈ മാർഗത്തിൽ ഉപയോഗിക്കാത്തവർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഈ മാർഗത്തിൽ ഉപയോഗിക്കില്ല, വേറെ എല്ലാ മാർഗത്തിലും അത് ഗംഭീരമായി ഉപയോഗിക്കും. ഭൗതിക മാർഗങ്ങളിൽ എത്ര തന്നെ അതൊക്കെ ഉപയോഗിച്ചാലും അവർ അന്ധരാണ്. അവർക്ക് സയൻസിൽ നോബൽ പ്രൈസ് കിട്ടിയാലും ശരി, അവർ അന്ധരാണ്. അവരും ഈ കാഴ്ചകളൊക്കെ കണ്ടവരും തുല്യമാവുകയില്ല എന്നാണ് പറയുന്നത്. അവരും ഈ മനുഷ്യനെ കുറിച്ചിട്ടുള്ള, ഈ മനുഷ്യൻ സവിശേഷമായൊരു സൃഷ്ടിയാണ് എന്ന് കണ്ടവരും അവർ തമ്മിൽ ഒരിക്കലും തുല്യരാവുകയില്ല. മനുഷ്യരും അള്ളാഹുവും തമ്മിലുള്ള ഈ ബന്ധമുണ്ടല്ലോ, അത് നേരിട്ടുള്ള ബന്ധമാണ്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ആദരവിന് വലിയ അർത്ഥമുണ്ട്. അത് മനുഷ്യരും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം നേരിട്ടുള്ള ബന്ധമാണ്. അഫല തത്തഫക്കറൂൻ, അത് നിങ്ങളെന്താ ചിന്തിക്കാത്തത് എന്നാണ്. അഫല തത്തഫക്കറൂൻ, ചിന്തിക്കാൻ ശേഷിയുള്ള, ഇമ്മട്ടിൽ ശേഷി നൽകപ്പെട്ട നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഇനി അടുത്തത് പറയാം. വ അൻദിർ ബിഹില്ലദീന യഖാഫൂന അൻ യുഹ്ശറു ഇലാ റബ്ബിഹിം. വ അൻദിർ ബിഹി എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ കൊണ്ട്, ഇതുകൊണ്ട് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം. നീ മുന്നറിയിപ്പ് നൽകേണ്ടത് ഈ ഖുർആൻ കൊണ്ടാണ്. ഭാവന കൊണ്ടോ ബുദ്ധി കൊണ്ടോ സയൻസ് കൊണ്ടോ കഥകളെ കൊണ്ടോ ഒന്നുമല്ല. മുന്നറിയിപ്പ് നൽകേണ്ടത് ഈ ഖുർആൻ കൊണ്ടാണ്. കാരണം ഈ ഖുർആൻ തരുന്ന വെളിച്ചം വേറെ ഒന്നും തരില്ല. ഈ ഖുർആൻ കൊണ്ട് നീ മുന്നറിയിപ്പ് നൽകണം. ആരനെ? യഖാഫൂന, അവർ ഭയപ്പെടുന്നു, അൻ യുഹ്ശറു ഇലാ റബ്ബിഹിം, റബ്ബിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്ന ആ ആളുകൾക്ക് നീ മുന്നറിയിപ്പ്. ഇതെല്ലാവർക്കും എല്ലാം നടത്താം. ഇത് കോമണല്ല, അത് വലിയൊരു സംഗതിയാണ്. ഇത് കോമണായിട്ട് നമുക്ക് വായു പോലെ ഇങ്ങനെ നിന്നാൽ വെറുതെ നമ്മളറിയാതെ തന്നെ അങ്ങ് വലിച്ചു കയറ്റണ പോലെ കിട്ടുന്ന ഒന്നല്ല. ലൈസലഹും, ഇവിടൊക്കെ സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഗൈബ് എന്ന് പറയുന്ന വിഷയം, ഈ ഖുർആൻ പ്രയോജനപ്പെടുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഗൈബിൽ വിശ്വസിക്കലാണ്. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി എന്ന് അൽ-ബഖറയുടെ തുടക്കം തന്നെ വരുന്നത്. ഗൈബിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഈ ഖുർആൻ പ്രയോജനപ്പെടുകയില്ല. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ എന്ന് പറയുന്നത്. അതായത് ഈ പരലോക ജീവിതം എന്ന് പറയുന്ന ആ സംഗതിയിൽ ദൃഢബോധ്യം വരണം. വെറുതെ വിശ്വസിച്ചാലൊന്നും പോരാ. അതായത് മനുഷ്യ ജീവിതം ഈ ഭൂമി കൊണ്ട് അവസാനിക്കുകയില്ലെന്നും, പല ഘട്ടങ്ങളിൽ ഒരു ഘട്ടം മാത്രമാണ് ഈ ഘട്ടമെന്നും, അടുത്ത ഘട്ടത്തിലെ ഭാവി നിർണയിക്കുന്നത് ഈ ഘട്ടമാണ്. അതാണ് ലതർക്കബുന്ന തബക്കൻ അൻ തബക്ക്, പല പടികൾ സഞ്ചരിച്ചിട്ടുള്ള ആ പടികളിൽ ഒന്ന് മാത്രമാണ് ഈ ഭൂമി. ഇതിൻ്റെ ഒരു നിശ്ചിത ടൈമിൽ ഇത് അവസാനിക്കും. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ മൂല്യമെന്ന് പറയുന്നത്. മറ്റു ജീവികൾക്കില്ലാത്ത, മനുഷ്യന് മാത്രം ജിന്നുകൾക്കുമൊക്കെയുള്ള ആ മൂല്യം എന്ന് പറയുന്നത് ഇതാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഖുർആൻ തക്വീം എന്ന് പറയുന്നത്. അതാണ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തക്വീം. ആ ഏറ്റവും നല്ല തക്വീം എന്ന് പറയുന്നത് ഈ മൂല്യമാണ്. ഈ മൂല്യമാണ് മറ്റുള്ളവർക്ക് ഇല്ലാത്തത്.
അതുകൊണ്ടാണ് അത്തിയെയും ഒലീവിനെയും തൂരിസീനെയും മക്കയെയും ഒക്കെ ആദ്യം പിടിച്ച് സത്യം ചെയ്യുന്നത്. അതൊക്കെ പ്രശസ്തങ്ങളും ഗംഭീരങ്ങളുമാണ്. പക്ഷേ മനുഷ്യൻ്റെ ഈ തഖ്വീമില്ല. അത് മക്കൾക്കാണെങ്കിലും ഇല്ല, തുരിസീനക്കാണെങ്കിലും ഇല്ല, അത്തിക്കുമില്ല, ഒലീവിനുമില്ല. ആ തഖ്വീമുള്ള നിങ്ങൾ, അതാണ് നിങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത്. ആ മൂല്യങ്ങളെ മനസ്സിലാക്കണം. അതിനു വേണ്ടി മനുഷ്യരെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർപ്പിക്കുമെന്നും കണിശമായി വിചാരണ ചെയ്യപ്പെടുമെന്നും രക്ഷാശിക്ഷകൾ അനിവാര്യമെന്നുള്ള ബോധ്യവും ബോധവും, അതാണ് തഖ്വ. അതാണ് നമ്മുടെ തഖ്വ ബോധം എന്ന് പറയുന്നത്. അതാണ് മനുഷ്യനെ ഉത്തരവാദിത്തപ്പെട്ട ജീവിയാക്കുന്നത്. അതായത് എൻ്റെ എല്ലാ പ്രവൃത്തികളും, എൻ്റെ എല്ലാ ചിന്തകളടക്കം അള്ളാഹു വിചാരണ ചെയ്യുമെന്നുള്ള ആ ബോധ്യമാണ്. അതാണ് യഖാഫൂന റബ്ബഹും എന്ന് പറയുന്നത്. അങ്ങനെ റബ്ബിനെ കുറിച്ചിട്ടുള്ള ആ ഭയമുള്ളവർ, അതായത് ഈ വിശ്വാസമുള്ളവർ തന്നെയും, ഇപ്പോൾ പരലോകത്തിൽ വിശ്വാസമുള്ളവർ തന്നെയും പലതരം വലാലത്തുകളിലാണ്. അതും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ വരുമ്പോഴാണ് അടുത്ത വാക്കുകൾ നമ്മളിലേക്ക് വരുന്നത്. ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യും വലാ ശഫീഅ എന്നാണ്. ആ യഥാർത്ഥ വിശ്വാസികളുടെ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് വലിയില്ല, അവരുടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേറൊരാളില്ല. വലാ ശഫീഉൻ, അവരുടെ ശുപാർശ പറഞ്ഞിട്ട് അവിടെ കഴിച്ചലാക്കാൻ വേറൊരാളില്ല. ഇന്ന് നമ്മളുടെ ഈ സമൂഹം മുഴുവൻ അകപ്പെട്ടക്കണ ഈ രണ്ട് വണ്ടിമലകളിലാണ്. അവർക്ക് വലിയുണ്ട്, അവിടെ ചെന്നാൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. കാരണം അവരുടെ മുരീദായാൽ മതി, അവരുടെ ആളുകളായാൽ മതി, ഈസാ നബിയുടെ ആളുകളായാൽ മതി. ഇങ്ങനെ പലതരം, ഇവരൊക്കെ പരലോക വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ മനസ്സിലാക്കണം. യഹൂദന്മാരാണെച്ചെങ്കിൽ അവർക്ക് അവരുടെ കൈ പിടിച്ചു ചേർത്താൽ ഇബ്രാഹിം നബി ഉണ്ടാവും, ഇസ്ഹാഖ് നബി ഉണ്ടാവും, യാക്കൂബ് നബി ഉണ്ടാവും. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഈസാ നബി ഉണ്ടാവും, മുസ്ലിമീങ്ങൾക്കാണെച്ചെങ്കിൽ തെരീഖത്തിൻ്റെ ശൈഖന്മാരുണ്ടാവും. ഇങ്ങനെ വിവിധ തരം വലാലത്തുകൾ വലിയൻ്റെ കാര്യത്തിൽ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് ആളുകളുണ്ട്. അതുമാതിരി അവർക്ക് ഷഫീഉകളുണ്ട്, ശുപാർശ പറയാൻ ആളുകളുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നു അതൊന്നും നടക്കണ കാര്യമില്ല. വലാ തസിറു വാസിറത്തും വിസ്റ ഉഖറ, ഒരാളും മറ്റൊരാളുടെ ഭാരം ഏറ്റെടുക്കുകയില്ല. മൻസല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ആരാണ് ശുപാർശ പറയുക? ഇതൊക്കെ ഖുർആൻ അടച്ച് നിഷേധിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഖുർആൻ കൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ പറഞ്ഞത്. കഥകളെ കൊണ്ടോ ചരിത്ര ഗ്രന്ഥങ്ങളെ കൊണ്ടോ അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞാൽ നമുക്ക് ഷഫീഉ ഉണ്ടാവും, വലിയും ഉണ്ടാവും. പക്ഷേ ഈ ഖുർആൻ കൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഈ വക യാതൊരു വലകളും അവരുടെയൊക്കെ മുന്നിലുണ്ടാവുകയില്ല. മന്ദല്ലദീ യശ്ഫഉ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമർ റഹ്മാനു ലാ യംലികൂന മിൻഹു ഖിതാബ എന്നാണ്. അല്ല, ആകാശഭൂമികളുടെ റബ്ബ്, അതിൻ്റെ ഇടക്കുള്ളതിൻ്റെയും റബ്ബ്. ലാ യംലികൂന മിൻഹു ഖിതാബ, അവിടെ ഒരു ഖിതാബ്, അതായത് ഒരു വാദം ഉന്നയിക്കാൻ പോലും ആർക്കും കഴിയില്ല. അതൊന്നും ഞാൻ പറഞ്ഞത് അമ്മ ജുസയിൽ ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ കെടുക്കുന്നുണ്ടാവും. അതേ കാര്യം തന്നെയാണ് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ എന്തിനാ അള്ളാഹു ഈ മുന്നറിയിപ്പ് കൊടുക്കാൻ പറയുന്നത്? ലഅല്ലഹും യത്തഖൂൻ, അവർ ഈ പരലോകത്തെക്കുറിച്ച് ബോധ്യവും ബോധവുമുള്ളവരായി ജീവിക്കാൻ വേണ്ടിയിട്ട്. അതാണ് തഖ്വ. ആ തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ട. അടുത്ത ഘട്ടത്തിൽ സ്രഷ്ടാവിൻ്റെ പ്രീതിക്ക് വേണ്ടി മുഴുവൻ ജീവിതവും അള്ളാഹുവിന് സമർപ്പിച്ചവർ, അവരാണിപ്പോൾ ഈ മുന്നറിയിപ്പ് കിട്ടി ഈ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ. അവരെ സവിശേഷം അള്ളാഹു കണ്ട് അതിന് ഇങ്ങോട്ട് പറിച്ചെടുത്ത പോലെ നമുക്ക് കാണാം. ഇനി അവരോട് ഇനി പറയണത് ആരോടാന്ന് അറിയുങ്ങൾ? റസൂലിനോടാ. ഇനി പറയുന്നത് റസൂലിനോടാ. വലാ തത്റുദില്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശി, ഈ രാവും പകലും, അതായത് സദാസമയവും മുഴുവൻ അയാളുടെ ജീവിതവും അള്ളാഹുവിനോട് മാത്രം ചോദിക്കാം. യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി യുരീദൂന വജ്ഹഹു, ആ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമാണ് അവരുടെ ലക്ഷ്യം. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രമാണ്. അങ്ങനെയുള്ളവരെ അള്ളാഹു ഇങ്ങോട്ട് സ്വന്തം ഇങ്ങോട്ട് എടുത്തു മാറ്റുന്നത്. അതാണ് അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യം പറയുന്നുണ്ട്. അതായത് അതാണ് ഞാൻ ഈ സൂറത്തുൽ അബസയുമായിട്ട് ഇതിന് വലിയ ബന്ധമുണ്ട് എന്ന് പറയുന്നത്.
അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഈ പ്രമാണിമാരായ ആളുകൾ റസൂലിനായിട്ട് ചർച്ച ചെയ്യാനൊക്കെ ഉള്ള ഒരു തടസ്സമായിട്ട് അവർ തന്നെ അബൂ താലിബിനോട് അവർ പരാതി പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ ഈ ആപ്പ ഊപ്പ ആളുകളാണ് അവരുടെ അടുത്ത് റസൂലിൻ്റെ അടുത്ത് ഉണ്ടാകുന്നത്. ഈ അടിമകളും അവരും ഒന്നിനും പറ്റാത്തവരും ഒക്കെ ആളുകൾ അവരവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെങ്ങനെ പോയിട്ട് അവരായിട്ട് ചർച്ച ചെയ്യും, റസൂലിനായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ അവരുടെ ഒന്ന് മാറ്റുക. ഒരു വേള ഉമറുൽ ഖത്താബിന് പോലും തോന്നി എന്നാണ് പറയുന്നത്, അവർക്ക് രണ്ടു കൂട്ടർക്കും രണ്ട് സദസ്സാക്കിയാൽ എന്താണ്, അതായത് അവർ വേറെ ഇവർ വേറെ. ഇത് തന്നെയാണ് റസൂലിന് പോലും നീരസമുണ്ടാക്കിയ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം അവരുമായി ചർച്ച ചെയ്യുമ്പോൾ അർഷദിനി യാ റസൂലല്ലാഹ് എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂലിന് പോലും നീരസമുണ്ടായി. അത് അന്തരും കണ്ടിട്ടില്ല, മറ്റാരും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷേ അള്ളാഹു അത് അവിടെ വിഷയമാക്കി. അവരൊന്നും നന്നാക്കൽ നിൻ്റെ പണിയല്ല എന്ന് റസൂലിനോട് അള്ളാഹു പറഞ്ഞു. ഇവിടെയും അത് തന്നെ. ഇവിടെ റസൂൽ അങ്ങനെ വിചാരിച്ചെന്നൊന്നും നമുക്ക് പറയാൻ തെളിവ് കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ അതിന് വല്ല ഫലവും ഉണ്ടായെങ്കിലോ എന്ന് റസൂലിന് ഒരു പക്ഷേ തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും ഈ ദീനിൽ നടപ്പില്ല. ഈ ദീനിൽ അതൊന്നും നടപ്പില്ല. അവരെ ആട്ടി ചോദിക്കാനൊന്നും പറ്റില്ല. അവരുടെ ഹിസാബ് നിൻ്റെ കയ്യിലൊന്നല്ലാതെ. അതാണ് ആ ആളുകളെ, അള്ളാഹുവിനെ മാത്രം അവലംബിക്കുന്ന ആ മനുഷ്യരെ അള്ളാഹു റസൂലിനെയും വിട്ട് റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഗുരുവാണ്, ഇമാമാണ്, നേതാവാണ്, ഒക്കെയാണ്. പക്ഷേ അവരെ അള്ളാഹു സ്വന്തത്തിലേക്ക് അങ്ങ് എടുത്തുയർത്തിയ പോലെ നമുക്ക് കാണും. അതൊരു കാഴ്ചയാണ്. അതാണ് പറയുന്നത്, മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ. അവർക്ക് സമ്പത്ത് കൂടുതലുണ്ടോ, ശേഷിയുണ്ടോ, അടിമയാണോ, ഉടമയാണോ, വികലാംഗനാണോ, സകലാംഗനാണോ, അതൊന്നും നിന്റെ പരിധിയിലേ ഉള്ളതല്ല. അതൊക്കെ അള്ളാഹുവാണ്. അള്ളാഹു അതെന്തിനാ അവർക്ക് അങ്ങനെയൊക്കെ ആക്കി എന്നുള്ളതിൻ്റെ യുക്തി അള്ളാഹുവിനാണ് അറിയുക. നീ അതിനൊന്നും പോയി ഇടപെടാൻ നിൽക്കണ്ട. അവർക്ക് സമ്പത്തും അധികാരമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നേരത്തെ അള്ളാഹു പറഞ്ഞ യുക്തി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവരെ പ്രത്യേകം വിളിച്ചിട്ട് ഇവരെ ആട്ടിയെ കയറ്റിയിട്ട് അവരെ പണിയടിക്കൊന്നും അതൊന്നും ഈ ദീനിൽ നടപ്പില്ല എന്നാണ്. അതൊക്കെ ഖുർആനിൽ പലയിടത്ത് അള്ളാഹു പറയുന്ന വിഷയമാണ്. വമാമിൻ ഹൈസാബിക്കാലയും, നിന്നെ വിലയിരുത്തൽ ആ മറ്റുള്ളവരെ, നിന്നെ നിഷേധിക്കുന്നവരെയും നിന്നെ കുറ്റപ്പെടുത്തുന്നവരെയും നിന്റെ വിചാരണ അവരെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. അതൊന്നും അവർ ചെയ്യേണ്ട കാര്യമല്ല, അത് അവർ ചെയ്യാൻ പറ്റിയവരുമല്ല. ആർക്കും നിന്നെ വിചാരണ ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ നീയെങ്ങാനും അവരെ ആരുടെയെങ്കിലും വാക്ക് കേട്ട് തെത്തുറുതകും അവരെ നീ ഓടിക്കുകയാണെങ്കിൽ തെക്കൂന മിനൽ വാലിമീൻ, നീ തന്നെ അക്രമികളിൽ പെട്ടുപോകുമെന്നാണ് റസൂലിനോട് അള്ളാഹു പറയാം. ഈ ഖുർആൻ ആർക്കാണ് ഉപയോഗപ്പെടുക, ആർക്കാണ് വേണ്ടത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അത് ലിമൻ ഷാഅ മിൻകും അയ്യസ്തഖീം, ഇസ്തിഖാമത്തിൽ നിലകൊള്ളണമെന്ന് ആരാണോ തീരുമാനിക്കുന്നത് അവന് വേണ്ടിയാണ് ഈ ഖുർആൻ. ഇത് എല്ലാവർക്കും ഉള്ളതല്ല. അതുകൊണ്ട് എല്ലാവരും ഇതിൽ കിട്ടണില്ലാന്ന് വിചാരിച്ചിട്ട് നമ്മളാരും ബേജാറാവാൻ നിൽക്കണ്ട. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇല്ല അയ്യഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് നന്മയും തിന്മയും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരു ഘടന നിങ്ങൾക്ക് അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ തന്നെ പറ്റണത്. അതല്ലാതെ നമ്മുടെ ചുറ്റുഭാഗങ്ങളെ നമ്മൾ കാണുന്നില്ലേ, അവർക്കൊന്നും ഇങ്ങനെ ഒരു തീരുമാനമില്ല. അതായത് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള ആ ഓപ്ഷൻ തന്നെ അള്ളാഹു നിങ്ങളിൽ ഇട്ടത് കൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് തീരുമാനം എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. കല്ല ഇന്നഹാ തദ്കിറ, ഇതൊരു തദ്കിറയാണ്, ഇതൊരു ഓർമ്മിപ്പിക്കലാണ്. ഫമൻ ഷാ അദക്കറു, അങ്ങനെ തീരുമാനിച്ചവൻ അത് ഓർത്തുകൊള്ളട്ടെ. അതായത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ആരും ചെയ്യണ്ട. നമ്മൾ സാധാരണ നിയ്യത്ത് ചെയ്യുന്ന എങ്ങനെ, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നിസ്കരിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നോമ്പ് വെക്കുന്നു അല്ലേ. സംഗതി അതങ്ങനെ തന്നെയാണ്. പക്ഷെ എന്താ ചോദിച്ചാൽ പെട്ടെന്ന് ഒരാൾ കേൾക്കുമ്പോൾ വിചാരിക്കും അള്ളാഹുവിന് എന്തോണ്ട് ആവശ്യമുണ്ടെന്നാണ്. നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി, അള്ളാഹുവിന് കീഴ്പ്പെടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിന് അത് ചെയ്യുന്നു എന്നാണ്. അല്ലാതെ ആവശ്യക്കാരനാണെന്നുള്ള നമ്മൾ മറ്റു ഭാഷകളിലൊക്കെ പലതും പറയുമ്പോൾ നമ്മളുടെ ചില വിഷയങ്ങൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് സാധാരണ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ധാരണയിലേക്ക് നമ്മൾ അങ്ങനെ പോകും.
ഇപ്പോൾ ഈ ഹുവൽ അവ്വലു വൽ ആഖിറു എന്നൊക്കെ പറയുന്നിടത്ത് അവൻ പണ്ടേ ഉള്ളവനാണ്. പണ്ടേ ഉണ്ടായവനാണെങ്കിലും ഉണ്ടാവണ്ടേ? അങ്ങനെ നമ്മൾ മലയാളത്തിലൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്ക്, ഇപ്പം ഞാൻ ഈ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ ഇതൊക്കെ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും വെച്ചാൽ പിന്നെ കുഴപ്പം ആരുടെയെന്ന് ചോദിച്ചു. അങ്ങനെയാണല്ലോ, അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും വെച്ചാൽ അപ്പോൾ കുഴപ്പം ആരുടെ? അള്ളാഹുടെയാണ്. അതങ്ങനെ നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കി കൊടുത്താലല്ലാതെ അത് പെട്ടെന്ന് ഈ ഭാഷയെന്ന് മാത്രം, മലയാള ഭാഷയെന്ന് മാത്രം അത് പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇതാണ് ഈ സംഗതിയാണ് നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എല്ലാ ദിവസവും നമ്മൾ ഈ പ്രസ്താവനയായിട്ട് അള്ളാഹുവിന് കൊടുക്കുന്നത്. അതാണ് മാ അലൈക മിൻ ഹിസാബിഹിം മിൻ ഷൈഇൻ. അവർ നിന്നെ വിചാരണ ചെയ്യാൻ ആരെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെ നീ ഏതെങ്കിലും ഭാവനയിലോ ആരുടെയെങ്കിലും പ്രേരണക്കോ വഴങ്ങി അങ്ങനെ ചെയ്താൽ നിൻ്റെയും സ്ഥാനം ളാലിമീങ്ങളിൽ ആണ്. അതായത് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്ന്. അതായത് ആരോടാണ് ഈ പറയുന്നത്? റസൂലിനോടാണ് ഈ പറയുന്നത്. നീ പോലും ആ ളാലിമീങ്ങളിൽ പെട്ടുപോകും. അപ്പം നമ്മളുടെയൊക്കെ മനസ്സിൽ അങ്ങനെ വല്ല ചിന്തയും വരികയാണെന്നുവെച്ചെങ്കിൽ നമ്മളെവിടെ പോയി പെടുക എന്നുകൂടി നമ്മൾ ആലോചിക്കാം. നമുക്ക് നിർത്താം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.